നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് തൻ്റേതായ സംഭാവന നൽകി 5 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന മധുസാറായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. തൻ്റെ സിനിമാ വഴിത്താരയിലൂടെ ഈ എപ്പിസോഡിലും മധുസാറ് സഞ്ചരിക്കുകയാണ്. മകള് ഉമ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അച്ഛൻ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമായിരുന്നു. അതുപോലെ മധുസാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു നേരം കിട്ടിയാൽ തിരിച്ച് വീട്ടിലെത്തുന്നു. മധുസാർ അന്നത്തെ കാലത്ത് സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു മായാപ്രപഞ്ചമാണ്. ഇന്നും അങ്ങനത്തെ തന്നെയാണ്. ഒരു സാധാരണക്കാരൻ വലിയ എന്താ പറയേണ്ട ഒരു അത്ഭുതാദരവോടെ നോക്കിക്കാണുന്നൊരു മേഖലയായിട്ട് ഇന്നും സിനിമ വിരാജിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അതിനെ സാധാരണ ഒരു സെക്ടറായിട്ട് കാണുന്നുള്ളൂ. ആ ഒരു മായാപ്രപഞ്ചത്തിൽ ഒരുപാട് തിരക്കുകളും ബഹളങ്ങളും ആരവങ്ങളും ഉത്സവങ്ങളൊക്കെ ഉണ്ട്. ആ ഉത്സവങ്ങളിലും ആരവങ്ങളിലും പെട്ട് വേണമെങ്കിൽ കുടുംബത്തേക്കുള്ള വരവൊക്കെ വേണമെങ്കിൽ അല്പം വൈകിപ്പിക്കാമായിരുന്നു. ഇല്ല, അങ്ങനെ അത് എനിക്ക് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് 4 സിസ്റ്റേഴ്സാണ്, ബ്രദേഴ്സൊന്നുമില്ല. അച്ഛൻ, അമ്മ, പിന്നെ അമ്മയുടെ അമ്മ, അമ്മൂമ്മ. ഈ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഇന്നും എൻ്റെ മനസ്സിലൊരു ദൈവത്തിൻ്റെ സ്ഥാനമാണ്. ഇപ്പോൾ അവിടെ ബനാറസിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അമ്മൂമ്മ കാണാത്തുള്ള വിഷമമാണ്. ഓ ശരി. ഏത് വെക്കേഷൻ വന്നാലും 5 ദിവസം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോരും, വീട്ടിൽ വരും. അപ്പോൾ അത് ഒരു പക്ഷേ ജന്മനാലുള്ളതായിരിക്കാം. ഇവിടെ തന്നെ ഇത് മദ്രാസിൽ സിനിമ ഷൂട്ടിങ്ങിന് പോയിട്ട് അധികം ഇവിടെ വരാനൊക്കെയുള്ള ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ ശ്രമം നടത്തി. 1 വർഷം അവിടെ താമസിച്ചു. 1 വർഷം അവിടെ താമസിപ്പിച്ച് ഇവിടെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്തത് മദ്രാസിലാണ്, ഉമേ. പക്ഷെ അവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഇവരവിടെ താമസിക്കുക, ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് ഞാൻ തൃശ്ശൂരോ ഷൊർണൂറോ ചിലപ്പോൾ തിരുവനന്തപുരത്തും ഒക്കെ ആയിരിക്കും. 1 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ ഇപ്പം മധുസാറിനെ പോലെ വളരെ സീനിയറായ ഒരാളോട് പിന്നെ ചോദിക്കേണ്ട ചോദ്യമാണോ എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ശങ്കിച്ചേക്കാം. പക്ഷേ എങ്കിൽ പോലും താങ്കൾക്ക് ആ കുടുംബ ബന്ധങ്ങളിലുള്ള വലിയ ദൃഢത കാണുമ്പോൾ ഞാൻ ചോദിച്ചു പോകുന്നു. ചില ഒരുപക്ഷെ അത് പ്രേക്ഷകർക്ക് മാത്രമല്ല സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു പാഠമാകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയണേ. സിനിമയിലെ ഫാറ്റൽ അട്രാക്ഷൻസ് പല ആൾക്കാരെയും കുടുംബത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. പല ആൾക്കാരും അതിൻ്റെ പല പക്ഷെ മധുസാറിന് ഈ കുടുംബം ഒരുപക്ഷെ ഇങ്ങനെ പിടിച്ചു വലിച്ച് ആ കുടുംബത്തിലൊരു നാഥനായിട്ട് പിടിച്ചു ഉറപ്പിച്ചു. ഇല്ല, അത് എനിക്ക് തോന്നി എന്നെ അടുപ്പിക്കാൻ കാരണം സിനിമയാണെന്ന് തോന്നുന്നു. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കോളേജിൽ പഴയ പോലെ ലെക്ചറായിരുന്നു. ദിവസവും രാവിലെ 10 മണിക്ക് പോവുക, 5 മണിക്ക് തിരിച്ചു വരിക, വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഇതാ പോയിരുന്നെങ്കിൽ ഇവരടുത്തില്ലെങ്കിലുള്ള വിഷമം അറിയില്ലല്ലോ, കാരണം ഉള്ളതാണല്ലോ എപ്പോഴും. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ സെപ്പറേഷൻ, അതാണ് കൂടുതൽ ഈ സെപ്പറേഷൻ കുറയ്ക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. ഒരു വിരഹത്തിൻ്റെ വേദന. അതെ, ഒരു 3-4 ദിവസം കഴിയാൻ നേരത്ത് ഐ യൂസ് ടു ഫീൽ ദിസ്. എന്തായാലും സിനിമയുടെ കുത്തൊഴുക്കിൽ പെട്ടുകൊണ്ട് ഒരുപാട് നല്ല സിനിമകളെ മധുസാർ സമ്മാനിച്ചെങ്കിൽ പോലും മധുസാർ എന്നുള്ള നല്ലൊരു അച്ഛനെ ഉമ്മയ്ക്ക് ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. എന്താ കാരണം? എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും മകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരച്ഛൻ്റെ ഒരു സ്ഥാനം മധുസാറിന് കിട്ടി. ചെറുതൊന്നും അല്ല മധുസാറ് കിട്ടിയിരിക്കുന്ന അംഗീകാരം. അതേസമയം അച്ഛന് വേണ്ടത്ര സ്നേഹം മകൻ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ചോദ്യം വരുവാണെങ്കിൽ എൻ്റെ അച്ഛൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതിന് കാരണം അച്ഛൻ തന്നെയാണ്. കാരണം അടുക്കാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഞാൻ കാണുന്ന മുഴുവൻ ഈ പഴയ വടിയും കൊണ്ട് കിടക്കുന്ന മാധ്യമന്മാരും ഉണ്ടല്ലോ, ആ രീതിയിലാണ് അച്ഛനെ കണ്ടിട്ടുള്ളത്. അച്ഛൻ ചിലപ്പം ഔട്ട് ഓഫ് ട്രിവാൻഡ്രമായിരിക്കും. ഈ മരിക്കാർ മോട്ടോഴ്സിലല്ല, ട്രാൻസ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു, ദേവികുളത്തോ പെരുമ്പാവൂരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അച്ഛൻ പലപ്പോഴും ട്രിവാൻഡ്രത്തില്ല. ഈ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ അന്വേഷിക്കുന്നത് ഞാൻ എന്തെല്ലാം ഗുരുത്തക്കേട് കാണിച്ചെന്നാണ്. എന്നിട്ട് വേണം അടിയാണ്. ഒരുപാട് കിട്ടിയിട്ടുണ്ട്. മുട്ടക്കുത്തി തീർത്തി അടിച്ചിട്ടുണ്ട് എന്ന് വേണ്ട, കാൽമുടിക്ക് അടിക്കാൻ അങ്കണത്തിൽ വീണിട്ടുണ്ട്. അവിടെ തൂണുണ്ട്, ഗവിഷോട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് വീട്ടിലെ തൂണ്. ഈ ശകലം കളിക്കാൻ പോയിട്ട് ഒരു 7 മണിയൊക്കെ 7:30 മണിയായി പോയാൽ ആ തൂണിൻ്റെ മൂടി കെട്ടിയിട്ടില്ലേ. അപ്പോൾ ആരോ എന്തോ തോന്നിക്കാണ് ഒന്നായത് കാരണം എന്തെന്ന് പറയല്ലോ, ഓലക്കോണ്ടടിയെന്ന് പറയില്ല, അതാണ്. ഇല്ല. എന്തായാലും അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു കർക്കശനായ പിതാവ് എങ്ങനെ മകനോട് പെരുമാറണം. പക്ഷെ അദ്ദേഹം അത് ചെയ്തത് മുഴുവൻ താങ്കൾ നന്നാകാൻ വേണ്ടിയായിരിക്കും. ആയിരുന്നു.
പക്ഷേ അതത്രയും വേണമായിരുന്നു എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അച്ഛനിപ്പോൾ ഇല്ല. അച്ഛൻ്റെ സ്നേഹമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് അച്ഛൻ ചെയ്തത് മുഴുവനും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അച്ഛൻ ഈ തല്ലാൻ നേരത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാം. അച്ഛന് ഏറ്റവും ദേഷ്യമുള്ള കാര്യം പുകവലിയായിരുന്നു. ഞാൻ അവിടെ മാറിയിരുന്നിട്ട് കഴിയുന്നിടത്തോളം സിഗരറ്റും ബീഡിയും വാങ്ങിച്ച് വലിക്കുമായിരുന്നു. കാരണം അച്ഛൻ്റെ മുഖത്തൊക്കെ ഒന്നും പറയാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ വെഞ്ചൻസ് തീർക്കുന്നത് വീഡിയോ വലിച്ചിട്ടാണ്. പക്ഷേ പിന്നീട് അതിൽ പിന്നെ ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA എടുത്ത പോലെ താങ്കൾ ബീഡിയിൽ നിന്ന് സിഗരറ്റിൽ നിന്ന് ചുരുട്ടിലേക്കും പോയി. അതെ. അവിടെയും താങ്കൾ ബിരുദാനന്തര ബിരുദം എടുത്തു. പക്ഷെ എപ്പോഴൊക്കെയോ അച്ഛൻ പിടിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, ചുരുട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം. തീർച്ചയായിട്ടും ഒരു ദിവസം അച്ഛനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് അവിടെ ഒരു മുറുക്കാങ്കടുണ്ട്. സാധാരണ ഞങ്ങൾ കൂടുന്ന ഒരു സ്ഥലമാണ് മുറുക്കാങ്കട. ഞാനുണ്ട്, ഗൗരീശ്വര ശങ്കരൻ, നേരെ കുറേ അവിടെയുള്ള യങ്സ്റ്റേഴ്സ്. ഒരു ദിവസം അച്ഛനതിൽ നടന്നു പോയപ്പോൾ ഞാനൊരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടവനെ എന്നെ വലിച്ചെറിഞ്ഞു. ഒന്നും പറഞ്ഞില്ല. നടക്കടാന്ന് പറഞ്ഞ് അച്ഛനെ തിരിച്ചു കിടന്നു. അപ്പം തന്നെ വിളിച്ചു. അത്തത്തിന് തിരിച്ചു കിടന്നു. അവ നേരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ വിചാരിച്ചു അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ തല്ല് തുടങ്ങും. തല്ലിയില്ല. അവിടെ എൻ്റെ സിസ്റ്റേഴ്സായിരുന്നു നിൻ്റെ അമ്മയെ വിളിക്കുന്നത്. വിളിച്ചു. അവളുടെ തലയിൽ കൈവൈ. ഇനി മേലാൽ സിഗരറ്റ് വലിക്കില്ല സത്യം ചെയ്യും. ഞാൻ സത്യം ചെയ്തു. പിന്നെ ആകെ ഒരു മാർക്കം കണ്ടതെന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കില്ല, ബീഡി വലി തുടങ്ങി. മനസ്സിലായി. ഒടുവിൽ അമ്മ ഇത് അറിഞ്ഞിട്ട് ഇതിൻ്റെ നാറ്റമൊക്കെ കൂടിയിട്ട് അമ്മ വന്നു, നീ എൻ്റെ തലയിൽ വെച്ചല്ലേ നീ സത്യം ചെയ്ത്. അല്ല, നിൻ്റെ എൻ്റെ തലയിലല്ലേ. അപ്പോൾ ഞാൻ ആ സത്യം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നീ ബീഡി വലിക്കാരി, നീ സിഗരറ്റ് വലിച്ചോ. അങ്ങനെ അച്ഛനെ താങ്കൾ പരാജയപ്പെടുത്തി. പക്ഷേ ഇതേ അച്ഛൻ താങ്കളെ പരാജയപ്പെടുത്തി. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ അവസാനത്തെ ആ നിമിഷങ്ങളൊക്കെ മത്സാറിന് നല്ല പച്ച പിടിച്ച് കിടക്കണം അല്ലേ? അച്ഛന് സുഖമില്ലായിരുന്നിട്ട് അച്ഛനിവിടെ ആദ്യം ശാസ്താംകോല ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ശരിയല്ലാന്ന് എൻ്റെ കൂടെ അവിടുത്തെ മറ്റൊരു ഡോക്ടർ തന്നെ പറഞ്ഞുണ്ട്. എല്ലാം പഴയ എക്യുപ്മെൻറ്റ്സാണ്, ഓപ്പറേഷൻ വേണമെന്നൊക്കെ ഒരു പറഞ്ഞു. അച്ഛന് ഭയങ്കര വയറുവേദന. അച്ഛനെ ചെന്നൈ കൊണ്ടുപോയി. അല്ല, അച്ഛനെ എന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ടും ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അച്ഛന് വേണ്ടി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അത് ചന്ദ്രകുമാറിനോട് സഹായിച്ചു. കാരണം ഡയറക്ടേഴ്സ് കോളനിയിലാണ് എനിക്ക് വീട് കിട്ടിയത്. അവിടെ ഒരു വീട് കൊടുത്ത് അമ്മയും കൊണ്ട് അവിടെ താമസിപ്പിച്ചിട്ട് അവിടെ വാഹിനി അല്ല വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അവസാനം വരെ അച്ഛൻ്റെ ഈ അവിടുന്ന് പിന്നെ അവർ തിരിച്ച് വീട്ടിലയച്ചു. ലിവർ സിറോസിസ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ വിളിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ കിടന്നിട്ട് ആവശ്യമില്ല, വീട്ടിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ട് ഒരു ദിവസം ബ്ലഡ് വോമിറ്റ് ചെയ്ത് അച്ഛനെ ദേവകി ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയെ കൊണ്ട് വീട്ടിലായിട്ട് ഞാൻ തിരിച്ചു വന്ന് കൂടെ ഇരിക്കുകയായിരുന്നു. കൂടെ യു വോണ്ട് ബിലീവ് ആ സീൻ എനിക്ക് ഒരു സിനിമയിലും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അച്ഛൻ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു, ബ്ലഡ് പുറത്തേക്ക് പുറത്തു പോകുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കൈ കാണിച്ച് എന്നെ വിളിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞു, ഡു യു തിങ്ക് യു ക്യാൻ ബ്രിങ് മീ ബാക്ക് ടു ലൈഫ്? യു ആസ്ക് ദി ഡോക്ടേഴ്സ്. ശബ്ദത്തിന് യാതൊരു കുഴപ്പമില്ല പറഞ്ഞു, ശബ്ദത്തിലുണ്ടെങ്കിലും. യു ആസ്ക് ദം why are they doing all these things? You ask them if they could bring me back to life. ഞാൻ ഡോക്ടറോട് ചോദിച്ചു പറഞ്ഞു, സാർ ഡോക്ടർ തന്നെ ഇന്ന് പറഞ്ഞു ഞങ്ങൾക്കിത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. അതെ. എന്നിട്ട് തിരിച്ചു യു ആസ്ക് ദം ടു ടേക്ക് ഓൾ ദീസ് നോൺസെൻസ് ആൻഡ് ലെറ്റ് മീ ഡൈ ആൻഡ് ഗിവ് മീ എ ഡീസൻറ്റ് ഹിന്ദു ബെറിയൽ. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ഈ സാധനമെല്ലാം ഊരിയെടുത്തു. അപ്പോൾ ഞാൻ നോക്കിയിരിക്കാൻ നേരത്ത് ശ്വാസത്തിൻ്റെ ഗതി ഇങ്ങനെ കുറഞ്ഞ് ഈ ക്ലോസ് ഹിസ് ഐസ്. അച്ഛന് മകനിൽ ഭയങ്കര കോൺഫിഡൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് താങ്കളോട് തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ അച്ഛന് അത്ര വിശ്വാസമായിരിക്കും താങ്കളുടെ സാന്നിധ്യം. അല്ല, അവിടെ മദ്രാസിലാണിത്. അപ്പോൾ അച്ഛന് ആരോടെ പറയാ വേറെ? അപ്പോഴത്തെ കോൺഫിഡൻസ് വന്നു.
എന്നിട്ട് പുള്ളിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കണം അത് ഇന്ന് എന്നറിയാം. അത് മാത്രമല്ല, ഈ ശ്വാസം വിളിക്കേണ്ട എൻ്റെ കൈ ഇങ്ങനെ വലുതായിട്ട് നീ വലിയവനാവൂടാ പറഞ്ഞു. ആ, ഇത് നാടകമല്ല, സിനിമയല്ല, റിയൽ. ഞാനിങ്ങനെ ഈ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ആരുടെ ഈ അച്ഛൻ്റെ നന്മ അറിയണമല്ലോ, അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന എന്നോടുള്ള ഫീലിങ്സ് അറിഞ്ഞോട്ടെ. അച്ഛനും ഒരു പബ്ലിക് ഫിഗർ ആയിരുന്നല്ലോ. അതിൻ്റെ കൈ ഇങ്ങനെ ബലമായിട്ട് വിളിച്ചു നീ വലിയവനാവൂടാ. എന്നിട്ടാണ് കുറേശ്ശെ ഈ ശ്വാസം പോയിട്ട് അച്ഛൻ ഈ പിടി ലൂസാവണതും അവിടെ ഞാൻ കട്ടിലിൻ്റെ പിടി അയഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി അല്ലേ, ജീവൻ പതുക്കെ പതുക്കെ പോയി തുടങ്ങി. അല്ല, ഈ ബ്രത്ത് ഉണ്ടല്ലോ, അതിങ്ങനെ എൻ്റെ നിർത്തു. ലെങ്ത് കുറഞ്ഞ് ശബ്ദം കുറഞ്ഞു കണ്ണിങ്ങനെ പതുക്കെ അടഞ്ഞു വന്നിട്ട് അച്ഛൻ ജീവിതത്തിൽ ഇതൊന്നും കാണിച്ചില്ല എന്നുള്ള അത് അച്ഛൻ വളർന്നു വന്ന ഇതിൻ്റെ ആയിരിക്കാം സാഹചര്യം കാലഘട്ടത്തിലെല്ലാം അച്ഛൻ പറയും. പക്ഷെ ഒരു സമയം വന്നപ്പോൾ മനസ്സിലായില്ല അന്യോന്യം. ഇപ്പോഴും എന്നെ ഈ ഫംഗ്ഷന് വരുന്നതിന് മുമ്പും അച്ഛൻ്റെ മുമ്പ് അച്ഛൻ മാത്രമല്ല അമ്മമ്മയും അച്ഛനും അമ്മയും 3 പേരും കൊണ്ട് അലമാരിൻ്റെ അകത്ത് ഫോട്ടോ ഉണ്ട് നമസ്കാരം അടിച്ചിട്ടാണ് വന്നത്. അച്ഛനോട് പറഞ്ഞിട്ടാണ് ആണ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഓഫ് ലേറ്റ് എൻ്റെ വൈഫിൻ്റെ പടം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ തൊഴാനൊന്നും പോകാറില്ല, പക്ഷേ അവിടെ നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വരാറില്ല. അച്ഛനോട് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് യാത്ര പറഞ്ഞപ്പോൾ എന്നേരാ തൂണിലിട്ട് തല്ലിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഇല്ല, പറഞ്ഞില്ല. പക്ഷെ മൂപ്പർ പ്രതീക്ഷിക്കുന്നുണ്ടാവും എല്ലാം പറയട്ടെ അവൻ, എൻ്റെ മകനല്ലേ തുറന്ന് പറയട്ടെ എന്നുള്ളത്. അല്ല, ബനാറസിലായിരുന്നപ്പോഴും ഇത് ഡൽഹിയിലായിരുന്നപ്പോഴും തന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെന്ന് ഭാവിച്ചിട്ട് അവിടെ വരുമായിരുന്നു. അതാണ് അവരുടെ തട്ടിപ്പ്. അതെ അതെ, എന്നെ കാണാൻ വരികയാണെന്ന് കാണാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നുകൊണ്ട് ഞാൻ ഈ വഴിക്ക് വന്നു എന്നുള്ളൂ. പക്ഷേ മൻസാറിന് അറിയാൻ കാണാൻ വന്നതാണെന്നുള്ള കാര്യം അന്ന് സത്യത്തെ അറിയില്ല. സത്യമാണെന്ന് ചോദിച്ചിരുന്നത് അതിവിടെ വേറെ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മിനിസ്റ്ററെ കാണാൻ വന്നതാണ്. ഡൽഹിയിലായിരുന്നപ്പോൾ, ബനാറസിലായിരുന്നപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറയും, ബനാറസിലായിരുന്നെങ്കിൽ ഡിഫറൻറ്റിനെ എന്തെങ്കിലും പറയും, എന്നെ കാണാനാണെന്ന് പറയില്ല. പക്ഷെ ഞാനത് വിശ്വസിച്ചു, ശരിയാണെന്ന് വിശ്വസിച്ചിട്ട്. പിന്നീട് മനസ്സിലായി പയ്യൻ വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള വരവായിരുന്നത്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒറ്റ മകനാണ് എന്ന കാരണത്തിൽ കുടുംബത്തിൻ്റെ മൊത്തം നിലനിൽപ്പ് മത്സാറിൽ ആശ്രയിച്ചാണ്. ആ ഉത്കണ്ഠകളൊക്കെ അദ്ദേഹത്തിനെ വേട്ടയാടിയിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന് ചാരിതാർത്ഥത്തോടെ അല്ലെങ്കിൽ വലിയ അഭിമാനത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരുപക്ഷെ മനോഹരമായിട്ടുള്ളൊരു തലമത്. മത്സര സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ഭാർഗവി നിലയം സൃഷ്ടിച്ച വലിയ ഒരു സിംഹാസനം, അച്ഛൻ പറഞ്ഞതുപോലെ നിനക്ക് അവകാശപ്പെട്ട സിംഹാസനം ഇരിക്കൂ. താങ്കൾ ഇരുന്നു. കുറച്ചു കാലമല്ല, കുറേ കാലം. മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ളൊരു നടനായി. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ, പരീക്ഷണങ്ങൾ. സംവിധായകർക്ക് വേണമെങ്കിൽ താങ്കളെന്നുള്ള ഉരുപ്പടി ഏത് രൂപത്തിലും ആക്കാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെയൊക്കെ തിളങ്ങി നിന്നത് മറ്റൊരു പടമായിരുന്നു. ആ പടം ഇന്നും ആൾക്കാർ കാണുന്നത് ചെമ്മീനെ കുറിച്ച്. അത് സാറേ, ഇന്നും താങ്കളെ മിമിക്രി താരങ്ങൾ അനുകരിക്കുന്നത് ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ്. ഈ സിനിമ സാർ ഇടയ്ക്ക് കാണാറുണ്ടോ? വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. കാണുമ്പോൾ എന്താ സാറിന് തോന്നുന്നു? അല്ല, എനിക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, മറ്റെല്ലാ പടങ്ങളെക്കാളും ഇത് ഈ പടത്തിൽ കൂടെയാണ് ഓർക്കുന്നത്. സത്യമാണ്. ഇവിടെ പോയി കഴിഞ്ഞാലും പരീക്കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ, പ്രത്യേകിച്ച് ആ ഏജിലുള്ളവരും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിലും യങ്സ്റ്റേഴ്സിന് പടം കണ്ട ആളുകൾ ഈ പരീക്കുട്ടിയായിട്ട് എന്നെ കാണുന്നത്. കുറച്ച് ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ പരീക്കുട്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, വേറെ ധാരാളം ഈ പ്രേമിക്കുന്നതും ചാകുന്നതുമായിട്ടുള്ള പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ്. ഈ ഇതിൻ്റെ അഭിനയം ആണെന്ന് വരിയിൽ കൊട്ടാരക്കര ശ്രീധരനാർ, സത്യൻ സാറ്, എല്ലാവരും തന്നെ നന്നായിട്ട്, എല്ലാവരും തിമിർത്താടിയ പടമാണ്. എൻ്റെ റോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റ് എത്രയോ പടങ്ങളിൽ ഞാൻ വളരെ അധികം ഹോംവർക്കൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അഭിനയിച്ച ക്യാരക്ടേഴ്സ് ധാരാളമുണ്ട്. ഈ നോവൽസ് അധികം കൂടുതലും എനിക്കാണ് അഭിനയിക്കാൻ കിട്ടിയിട്ടുള്ളത്. നോവൽസിലെ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ എനിക്ക് ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിലെല്ലാം ഹീറോസ് ഒന്നുമില്ല, എല്ലാം സ്റ്റഡി ചെയ്ത് ചെയ്യണമായിരുന്നു. പിന്നെ വാട്ട് ഈസ് ഇറ്റ്, ഇതാണെങ്കിൽ വളരെ ഈസി ആയിരുന്നു എനിക്ക്. ഈ
ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ചെമ്മീൻ നോവൽ വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്കുട്ടി എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ പരീക്കുട്ടി ഒരു ചെറിയ ഒരു ഗ്രാഫ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകണേ ഉള്ളൂ. അതിൻ്റെ അത് വെട്ടലും ഇത് ഒന്നുമില്ല. പിന്നെ വളരെ എഫർട്ട്ലെസ് ആയിട്ട് ക്യാരക്ടറിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് യു ബിഹേവ്, അത് മതിയായിരുന്നു. അതിനകത്ത് യാതൊരു സ്ട്രെയിനിൻ്റെ ആവശ്യമില്ലായിരുന്നു. സ്ട്രെയിൻ ചെയ്ത് അഭിനയിച്ച ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ ലോകം ഇഷ്ടപ്പെടുന്നതും ഇതിൽ കൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത് തന്നെ. അതെന്താണെന്ന് നോക്കിയപ്പോൾ മസാറിപ്പം പറഞ്ഞ എൻ്റെ മറവ് എന്താ കാരണം വെച്ചാൽ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ഇന്നവരൊക്കെ പ്രായമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരൻ്റെ ഒരു ആത്മനൊമ്പരം, വിരഹം, പ്രണയത്തിൽ വരുന്ന ഒരു ഭംഗം, ഇതെല്ലാം മധുസാറിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു. ഒരുപക്ഷെ താങ്കളുടെ അഭിനയത്തിലെ ഞാൻ മനസ്സിലാക്കേണ്ട ആ മിതത്വമായിരുന്നു ആ കഥാപാത്രത്തെ ഗംഭീരമാക്കിയത്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ധാരാളം ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ അവസാനമായി കെയിം ടു ദ കൺക്ലൂഷൻ, ഈ മലയാള സിനിമയിൽ നിന്നല്ല ഒരു സാഹിത്യത്തിലും ഒരു സിനിമയിലും ഇതുപോലെ ഈ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിച്ചൊരു ക്യാരക്ടർ വന്നിട്ടില്ല. ഈ സ്നേഹിക്കുന്നതിന് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനൊക്കില്ല, നീ ഇല്ലെങ്കിൽ ഞാനത് ചെയ്യും, നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം. അപ്പോൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലെന്ന് പറയണേ, എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല നീ ഇല്ലാതെ. അപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള ഒരു സാധനമായിട്ട് മാറണം നീ. ഇതിലതില്ല. പരീക്കുട്ടി സ്നേഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പരീക്കുട്ടിയെ അടുത്ത് നിന്നിട്ട് സംസാരിക്കുന്നതല്ലാതെ വിരലുകൊണ്ട് പോലും പരീക്കുട്ടിയെ തൊട്ട് നോക്കിയില്ല. പരീക്കുട്ടി ഈ കറുത്തമ്മയുടെ കല്യാണം വരുമ്പോൾ നീ വിട്ടു പോകുമല്ലേ കറുത്തമ്മ എന്നുള്ളതല്ല, അത് ഉറപ്പിച്ചിട്ട്, അല്ലാതെ വിട്ടു പോകരുത് കറുത്തമ്മ എന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അതിന് ഒരു ഡയലോഗുണ്ടല്ലോ അവസാനം പറഞ്ഞ്, നീ പോയി കഴിഞ്ഞാൽ ഞാൻ കടപ്പുറത്ത് പാടി ചങ്ക് പൊട്ടിച്ചാകുമെന്ന് പറഞ്ഞു. ഈ ചങ്ക് പൊട്ടിച്ചാകാൻ വേണ്ടി പാടുമെന്നല്ല പറഞ്ഞേ, ഞാൻ പാടി നടന്ന് ചാവാൻ നേരത്തെ പാടി ചങ്ക് പൊട്ടിച്ചാകുമെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ചാകാൻ വേണ്ടി പാടുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം പിന്നെ അവസാനം ഇയാൾ ചെയ്യുന്നത് എന്താണ്, പരീക്കുട്ടി ഇവളെ അവസാനം പോയി കാണുന്നത് ഈ ചക്കി മരക്കാച്ചൻ മരിച്ചപ്പോൾ ഇവളെ ഒന്ന് അറിയിക്കാൻ ഇവിടെ ആരും തയ്യാറായില്ല. പക്ഷെ അവളെ അങ്ങ് സ്നേഹിച്ചെന്നുള്ള രീതിയിൽ അമ്മയുടെ മരണം ഒന്ന് അറിയിക്കാൻ ആരും പോടില്ലെന്ന് വെച്ചിട്ട് അത് പറയാൻ പോയത് അയാൾ. അപ്പം അങ്ങനെ ഈ നിസ്വാർത്ഥമായിട്ടുള്ള ഈ എന്തെന്ന് പറയാൻ ഈ കർമ്മയോഗം എന്നൊക്കെ പറയും പോലെ ഈ സ്നേഹം എന്നുള്ളതിനെ, പ്രേമം എന്നുള്ളതിനെ ഒരു കർമ്മമായിട്ട് മാത്രം കണ്ടിട്ടുള്ള, വിത്തൗട്ട് എക്സ്പെക്റ്റിങ് എനിത്തിങ് ബാക്ക്, നിഷ്കാമ കർമ്മം എന്ന് പറയില്ലേ. ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും കറുത്തമ്മയെ സെഡ്യൂസ് ചെയ്യായിരുന്നു. ഈ ഡിൻറ്റ് ചെയ്തില്ല, ഒന്ന് തൊട്ടില്ല, അല്ല ആലോചിച്ചതേ ഇല്ല. കറുത്തമ്മയുടെ അടുത്ത് നമുക്ക് ചാടിപ്പോകാന്ന് പറഞ്ഞാൽ എനി മോമെൻറ്റ് കറുത്തമ്മ വാസ് റെഡി. വലിയൊരു പരിശുദ്ധ പ്രണയമായി. അതെ. ഈ ഒരു ക്യാരക്ടർ വേറെ ഏത് സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഒരു സാഹിത്യവും ഞാൻ വായിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഈ നിഷ്കാമ കർമ്മം ഉണ്ടല്ലോ, പരീക്കുട്ടിയുടെ നിഷ്കാമ കർമ്മം, ദാറ്റ് ഈസ് ദി അട്രാക്ഷൻ. അത് മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും തകഴിച്ചേട്ടൻ എഴുതിയത് അതുണ്ടല്ലോ. എന്തായാലും ഒരു കാമുകൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ സർവസ്വവും കളഞ്ഞ് നിഷ്കാമമായി നിസ്വാർത്ഥമായി ഒരു പെണ്ണിന് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെക്കുകയാണ്. അതെ, ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും ഈ നമ്മുടെ എന്താണെന്ന് പറയാൻ പരീക്കുട്ടിയായി ഇപ്പോഴും ജീവിക്കാൻ കാരണം അത്. മറ്റൊരു കാര്യം കൂടി പറയണ്ട, ഈ അന്ന് ഈ പരീക്കുട്ടി അന്നുണ്ടായിരുന്ന ചെറുപ്പക്കാരിയൊക്കെ എന്നല്ല, ഈ പരീക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിന്, സിനിമയിൽ കണ്ട ക്യാരക്ടറിന് അവർക്ക് ഭയങ്കര സ്നേഹവും പിന്നെ ഭയങ്കര പ്രേമവുമായിരുന്നു അവർക്ക്. പക്ഷെ ആ പ്രായത്തിൽ ദൂരെ നിന്ന് നോക്കാനേ അവർക്ക് സാധിക്കുള്ളല്ലോ. ഇന്നിപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു 50-60 വയസ്സുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ അന്ന് അവർ ടീനേജിൽ ആയിരുന്നിരിക്കും. എന്നെ എവിടെ കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചിലരെല്ലാം ഉമ്മ വയ്ക്കുകയും ചെയ്യും. സത്യമാണ്. അപ്പോൾ ഉള്ളിൽ ആ സ്നേഹം ഇപ്പോഴും നിൽക്കുന്നു പരീക്കുട്ടിയോട്. എന്നോടല്ല സാറേ, വൈകിയാണെങ്കിലും അതെല്ലാം തിരിച്ചു കിട്ടുന്നുണ്ടല്ലേ. യഥാർത്ഥത്തിൽ അന്ന് ഈ മൊബൈൽ ഫോണ്, SMS, വാട്സപ്പ് കൊണ്ടായിരുന്നല്ലോ
മധുസാറിൻ്റെ കാര്യം കട്ടപ്പുകയായിരുന്നു. സീരിയസ് ആയിട്ട് പറയാം. ആരാധികമാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാകുമായിരുന്നു. പരീക്കുട്ടിയെ എന്തായാലും എനിക്കൊരു സന്തോഷമുണ്ട്. അന്ന് കിട്ടാതിരുന്ന എല്ലാം മധുസാറിന് പരിചയടക്കം ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കിട്ടട്ടെ. നമുക്കൊരു അസൂയില്ല കേട്ടോ, ഉള്ള കാര്യം. എന്തായാലും നായികയെ മധുസാർ സ്പർശിച്ചില്ലല്ലേ? തൊട്ടില്ല? ഇല്ല. ഈ ചെമ്മീനില്ലേ? ചെമ്മീനില്ല. വരട്ടെ. എന്താ കൊച്ചു മുതലാളി, എന്നെ ഓർമ്മയുണ്ടോ? ചെമ്മീന് ശേഷം നമ്മൾ എത്രയോ പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ ഞാൻ അഭിനയം നിർത്തി തിരിച്ചു വന്നു. അതിനുശേഷം നമ്മൾ ഒരു പടത്തിൽ പോലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഒരു ഫംഗ്ഷന് നമ്മൾ ഒരുമിച്ച് പോയി. ചെമ്മീൻ്റെ 30ാമത്തെ കൊല്ലം നമ്മളെല്ലാവരും കൂടി ആ സെയിം കടപ്പുറത്ത് അവിടെ പോയിട്ടൊരു വലിയ ഫംഗ്ഷൻ. ഇന്നേ വരയ്ക്കും ഈ ഇന്ത്യയിലുള്ള അത്രയും ക്രൗഡുള്ള ഒരു ഫംഗ്ഷൻ ആരും കണ്ടു കാണില്ല. അത്രത്തോളം ആൾക്കൂട്ടമായിരുന്നു. എനിക്ക് ആ ഒരു ഫംഗ്ഷൻ മറക്കാനേ ഒക്കില്ല. കാരണം ഒരു പടം റിലീസായി 30ാമത്തെ കൊല്ലം അതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റും ആ സെയിം ലൊക്കേഷനിൽ. എനിക്ക് വാസ്തവത്തിൽ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് കോരിത്തെരിക്കുന്നു. എന്നാലും നമ്മളെപ്പോഴും ഇങ്ങനെ കാണാനും സംസാരിക്കാനും ദൈവം ഇടവരുത്തിയല്ലോ. ഇനിയും മധുസാർ ഒരുപാട് കൊല്ലം നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. സാറേ, വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഷീലാമ്മയ്ക്ക് ചെമ്മീനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു കോരിത്തിരിപ്പിലൊരു മാറ്റമില്ല. എൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് മൂടുപടത്തിലെ ശീലയായിരുന്നു. ആദ്യമായിട്ട് അത് സെയിം കടപ്പുറത്ത് ഞങ്ങൾ അന്ന് മീറ്റിങ്ങിന്. ചെമ്മീൻ്റെ 30ാം വാർഷികത്തിന് അതേ കടപ്പുറത്ത്, ഈ കടപ്പുറത്ത് ഞാൻ പാടിപ്പാടി ചങ്ക് വെട്ടി മരിക്കുമെന്ന് പറഞ്ഞ് പരീക്കുട്ടി നടന്ന കടപ്പുറം. അതെ. എന്തായാലും ഇതൊക്കെ ചരിത്രത്തിൻ്റെ സുവർണ ഏടുകളാണ്. മലയാള സിനിമയ്ക്ക് എന്താ പറയുക, ലോക പ്രശസ്തി നേടിക്കൊടുത്ത സിനിമയാണ്. ഈ സിനിമ പിന്നീട് ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. ദേശീയ പുരസ്കാരങ്ങൾ. രാമു കാര്യാട്ടത്തുള്ള സംവിധായകൻ ഇന്ത്യയിലെ മുൻനിര സംവിധായകനായി. മധുസാർ മലയാള സിനിമയിലെ ചക്രവർത്തിയായി മാറി. ചക്രവർത്തിയൊന്നും ആയില്ലേ? എംബറർ, ഇംഗ്ലീഷ് പറയാൻ ഞാനെന്നാൽ. അതെ. ഇതിനൊക്കെ ഇടയിലും ഒരു വളരെ രസകരമായൊരു സംഭവമാണ്. ഒരു പക്ഷേ മധുസാർ സൂചിപ്പിച്ചു. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിന് അത് ഞാനത് പറയണം. എന്താ കാരണം വെച്ചാൽ ഇതൊരു പൂർണ്ണമാകണമെങ്കിൽ മലയാളത്തിലെ എണ്ണമറ്റ സാഹിത്യ സൃഷ്ടികളിലെ കഥാപാത്രം മധുസാറായിരുന്നു. എവിടെയോ നിങ്ങൾ തമ്മിലൊരു അന്തർലീനമായിട്ടൊരു ബന്ധമുണ്ട്. അതൊരു മഹാഭാഗ്യമാണ് സത്യം എന്നെ സംബന്ധിച്ചിടത്തോളം. എത്ര നല്ല ക്യാരക്ടേഴ്സ്, എത്ര നല്ല നോവൽസ് അതുവരെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മിക്കവാറും ഉള്ളതിലെല്ലാം എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സാഹിത്യ കൃതികളിലെല്ലാം തന്നെ അതിൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്നതും കാത്തിരിക്കുമായിരുന്നു. ഉമ്മാച്ചു സീരിയലൈസ് ചെയ്തിട്ടുള്ള ഈ വന്നു കഴിഞ്ഞാൽ ഉടനെ വായിക്കണം. അത് ഉറുവിൻ്റെ ഈ മായൻ എൻ്റെ മനസ്സിൽ ഈ പരീക്കുട്ടിയെ പോലെ തന്നെ കിടന്നുകൂടിയ ഒരു ക്യാരക്ടറായിരുന്നു. അവസാനം മായൻ എനിക്ക് അഭിനയിക്കാൻ കിട്ടി. ഉമ്മാച്ചുവിൽ എനിക്ക് മായനായിട്ട് കിട്ടി. അതുപോലെ പുള്ളിമാനിലെ ദേവര അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല പുള്ളിമാനിലെ. അന്ന് അതും ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ തന്നെ ആ കഥാപാത്രമായിട്ട് മധുസാറങ്ങ് മാറുമല്ലേ? നാച്ചുറലി അറിയാതെ തന്നെ നമ്മൾ അങ്ങോട്ട് പ്ലേസ് ചെയ്തു പോകും. അതൊക്കെ ആഗ്രഹിച്ച ആ ക്യാരക്ടേഴ്സ് എല്ലാം കിട്ടി. അതല്ലാതെ തന്നെ MTയുടെ ആയിക്കോട്ടെ, തകഴിയുടെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, MTയുടെ ഓളവും തീരും ഒരു സിനിമ ഹീറോ അല്ലല്ലോ. ഇത്രയും നല്ലൊരു ഒരു പടം, ഒരു നല്ലൊരു ക്യാരക്ടർ, അഭിനയിക്കാൻ നല്ല സ്കോപ്പ്, അങ്ങനെയുള്ള സാഹിത്യം നമ്മുടെ സാഹിത്യകാരന്മാരുടെ കൃതികളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും മധുസാറിന് കിട്ടിയിട്ടുള്ള അസുലഭ ഭാഗ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി അതിന് യോഗ്യതയുള്ള ഒരാൾ വരട്ടെ. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മധുസാറിനെ കാണുന്നത് മലയാള സാഹിത്യത്തിലെ ഇതിഹാസങ്ങളിലെ അനശ്വരരായ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ച മഹാനടൻ എന്നുള്ള നിലയ്ക്കാണ്. ചെമ്മീനിലെ
പരീക്കുട്ടി, ഉമ്മാച്ചുവിലെ മായൻ തുടങ്ങി ഒത്തിരി കഥാപാത്രങ്ങൾ, ഏണിപ്പടികളിലെ കേശവൻ നായർ, ഇതൊക്കെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ സാഹിത്യകൃതികളുടെ ചലച്ചിത്രാവിഷ്കാരങ്ങളായിരുന്നു. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവിസ്മരണീയമായ തരത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് അഭിനയ കലയുടെ അപാര സീമകൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തന്ന മഹാനടനാണ് മാത്യു സാർ. ഈ മഹാനടൻ ജീവിക്കുന്ന നഗരത്തിൽ തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. എവിടെ വെച്ച് കാണുമ്പോഴും പെരുമ്പിടവും സുഖമാണോ എന്ന് ചോദിക്കുന്നൊരു സ്നേഹം, വാത്സല്യം, ഇതൊക്കെ എന്നെ സംബന്ധിച്ചോളം അമൂല്യമായൊരു ഭാഗ്യമാണ്. മതി സാറേ, ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് എനിക്ക് ഇദ്ദേഹം തരുന്നത്. ആസ് എ റൈറ്റർ ഒരു ആക്ടറെ അപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ചാൽ മതി സാറേ, അതായത് ഈ ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം ഒരു സാഹിത്യ സൃഷ്ടിയെ സിനിമയായിട്ട് പരിഭാഷപ്പെടുത്തുമ്പോൾ, അതിന് സിനിമാവിഷ്കാരം കൊടുക്കുമ്പോൾ പലപ്പോഴും ആ സാഹിത്യ സൃഷ്ടിയുടെ തീഷ്ണതയും തീവ്രതയും സിനിമയ്ക്ക് കിട്ടാറില്ല എന്നൊരു ആക്ഷേപമാണ്. ഒരു പക്ഷേ ഒരു റൈറ്റിങ്ങിൽ കിട്ടുന്നൊരു സ്വാതന്ത്ര്യം ഒരു സിനിമയിൽ കിട്ടാറില്ല. പക്ഷേ മധു സാർ അഭിനയിച്ച പല സിനിമകളും, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം തകഴിയുടെ ചെമ്മീൻ എന്നുള്ള പുസ്തകത്തേക്കാൾ കൂടുതൽ എല്ലാ തലമുറയിലെയും ആൾക്കാരെ സ്പർശിച്ചത് ആ രാമു കാര്യേട്ടൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം, ഒരുപക്ഷെ ആ ഒരു ദൃശ്യാവിഷ്കാരത്തെ വിജയിപ്പിച്ചത് മധു സാറിൻ്റെ തന്മയത്വമുള്ള അഭിനയം അല്ലെങ്കിൽ ആ ഒരു ചാതുര്യമായിരിക്കാം. അല്ല, അതും കൂടെ ആയിരിക്കാം. ഒരു അറ്റ്ലീസ്റ്റ് ആ ഒരു അതിൻ്റെ ഹാർമോണി ബ്രേക്ക് ചെയ്തില്ല ആസ് എൻ ആക്ടർ. മധു സാർ വളരെ മോഡസ്റ്റ് ആയതുകൊണ്ട് ഇഗ്രിയെ പറയുള്ളൂ എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ താങ്കളെപ്പോലുള്ള ഒരാൾ ഇത്രമാത്രം പ്രതികരിക്കുമ്പോൾ തന്നെ അത് മതി. എന്താ കാരണം എന്ന് വെച്ചാൽ ആ കഥാപാത്രത്തോട് അല്ലെങ്കിൽ ആ പുസ്തകത്തോട് അല്ലെങ്കിൽ ആ രചനയോട് സാറിന് നീതി പുലർത്താൻ പറ്റിയെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുസ്തകം വായിക്കുകയും പിന്നീട് ഈ സിനിമ കാണുകയും ചെയ്യുമ്പോൾ മധു സാറിന് എന്താ തോന്നിയിട്ടുള്ളത്? എവിടെയെങ്കിലും ഒരു വിടവ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെയോ പല സ്ഥലത്തും ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഇന്ന് മധു സാറിന് ഇന്നത്തെ ശരീരം പരീക്കുട്ടിക്ക് പറ്റുന്നതല്ല എങ്കിൽ പോലും ഇന്ന് പരീക്കുട്ടിയാകാൻ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ പരീക്കുട്ടിയിൽ എന്ത് മാറ്റമായിരിക്കും മധു സാർ നിർദ്ദേശിക്കുക? എന്തെങ്കിലും ഒരുപക്ഷെ ആ പരീക്കുട്ടിയിൽ ഞാൻ ഭേദഗതി വരുത്തണമെന്ന് വിചാരിച്ച ചില തലങ്ങളുണ്ടാകാം. ഇല്ല, പരീക്കുട്ടി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോഴും തോന്നുന്നില്ല. പരീക്കുട്ടി പൂർണ്ണതയുള്ള ഒരു കഥാപാത്രം. മറ്റു പല കഥാപാത്രങ്ങളിലും പലതിലും കറക്ഷൻ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ പരീക്കുട്ടിൽ തോന്നിയിട്ടില്ല. കറക്ഷൻ എന്നുള്ളതല്ല, എവിടെയെങ്കിലും എനിക്ക് അല്പം കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു തോന്നിയിട്ടില്ല. പരീക്കുട്ടിയിൽ അതെ തോന്നിയിട്ടില്ല. കാലഘട്ടം കഴിഞ്ഞെങ്കിൽ പോലും പരീക്കുട്ടിയിലുള്ള സംതൃപ്തിക്ക് ആ ഒരു കുറവില്ല. ഇപ്പം ഷീലാമ തന്നെ സംസാരിച്ചപ്പോൾ ആ പരീക്കുട്ടി ഒരുപക്ഷെ ഷീലാമയുടെ കഥാപാത്രത്തെക്കാൾ ഷീലാമ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഊന്നുന്നത് കൊച്ചുമുതലാളിയിലാണ്. എനിക്ക് മുമ്പൊരിക്കൽ ചെയ്ത മനോരമയുടെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഷീല പറഞ്ഞു, ഞാനാണ് അവാർഡ് കൊടുത്തത്, എനിക്ക് ഈ അവാർഡ് തന്ന എൻ്റെ കൊച്ചുമുതലാളിയാണെന്ന് അറിയില്ല, വളരെ സന്തോഷമുണ്ട്, ആ കയ്യിൽ നിന്ന് തന്നെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൊച്ചുമുതലാളിയോട് ഒരു പ്രത്യേക ഇതുണ്ട്. സിനിമയിൽ കൊച്ചുമുതലാളിയോട് നീതി പുലർത്താൻ പറ്റാത്തതിലുള്ള വിഷമം ഉണ്ടായിരിക്കും വേണേൽ കഥാപാത്രത്തിൽ. എന്തായാലും അതുപോലുള്ള ഒരുപാട് സിനിമകൾ മധു സാറിനെ തേടി വന്നു. പക്ഷേ എങ്കിൽ പോലും അവിടെയും മധു സാർ തൃപ്തനായില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ മധു സാറിൻ്റെ ഒരു സിനിമയുടെ ഒരു അനാട്ടമി പരിശോധിച്ചപ്പോൾ വളരെ തീവ്ര ദുഃഖം പേറുന്ന, വിരഹമുള്ള, വേദനയുള്ള ഒരു കാമുകൻ അല്ലെങ്കിൽ ദുഃഖം മാത്രം, അങ്ങനെ ദുഃഖം അനുഭവിക്കേണ്ട ഒരു കഥാപാത്രമായിട്ട് മലയാള സിനിമ ഒരിടക്കാലത്ത് മധു സാറിനെ എങ്ങനെ അങ്ങോട്ട് ബുദ്ധിമുട്ടി. ടൈപ്പ് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്ന് മധു സാർ ഭയന്നു. അല്ല, അങ്ങനെ ആ ഒരു ആദ്യം 60s ഞാൻ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തന്നെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ആസ് എൻ ആക്ടർ സംതൃപ്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആണെന്ന് തോന്നുന്നു ഞാൻ ആ പ്രിയ എടുത്തത്. പ്രിയ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അത് പക്ഷെ അതിനു മുമ്പ് നല്ല സിനിമകൾ തുലാഭാരം അതുകൊണ്ട് അല്ല, അതെല്ലാം ഉണ്ട്. ഇതിൽ തുലാഭാരയിലെ കുറച്ചൊന്ന് ഒരു വ്യത്യാസമാണ്, വെറും ഒരു ഹീറോ അല്ല. എനിക്ക് മധു സാറിനെ ഇപ്പോൾ അങ്ങനെ ഒരു കാമുകനായിട്ട് കാണാൻ പറ്റുന്നില്ല എനിക്ക്. അതാണ്
ഇല്ല, ഞാൻ സത്യത്തിൽ അത് ബ്രേക്ക് ചെയ്യായിരുന്നല്ലോ. ഞാൻ ഇത് രാധാകൃഷ്ണൻ്റെ തേവടിശ് എന്നുള്ള നോവലാണ്. തേവടിശ് എന്നുള്ള നോവലാണ് പ്രിയയായിട്ട് അപ്പോൾ കാര്യം രാമു കാര്യമായിട്ട് ഇതാണ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ വായിച്ചത്. അയ്യോ, നിങ്ങളൊരുമാതിരി ഇപ്പം ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആൾ ഇത് അഭിനയിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഇമേജ് അങ്ങ് പോകും. ഒരു നെഗറ്റീവ് റോളിലേക്ക് വരുവാണ്. നെഗറ്റീവ് ഭയങ്കര നെഗറ്റീവ് റോളല്ലേ. ഞാൻ പറഞ്ഞു സാർ അതാണ് സാറിന് വിളിക്കാറില്ല, അതാണ് വാശിയല്ല, ജസ്റ്റ് ഐ വോണ്ടഡ് ടു ഷോ ഐ ക്യാൻ ആക്ട്. ഒരു ടൈപ്പ് റോഡ് അല്ലാതെ. ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു നായക പരിവേഷമുള്ള ഒരു സ്റ്റാറിൻ്റെ ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റാറാണ്. ഇന്നൊക്കെയാണുള്ള സ്റ്റാർ എന്നൊക്കെ പറയുന്നത്, പിന്നെ സ്റ്റാർ ഒന്നും പറയില്ലല്ലോ. പക്ഷേ എങ്കിൽ പോലും ഒരു നക്ഷത്രത്തിലക്കത്തോടെ നിൽക്കുന്ന ഒരു മുൻനിര അഭിനേതാവ് സ്വയം, വേറെ ആരും നിർബന്ധിച്ചിട്ടില്ല, സ്വയം അടിച്ചേൽപ്പിക്കുകയാണ് ഒരു നെഗറ്റീവ് റോള്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും മധു സാറിന് ഭ്രാന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അതാണ് രാമകാരിയായിട്ട് പോലും പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ താങ്കൾ പിന്തിരിപ്പിക്കാൻ ആർക്കും പറ്റി. അല്ല, എനിക്കത് ഇപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണല്ലോ, ഈ ബ്രേക്കിംഗ് ദി ഇമേജ് എന്നുള്ളതായിരുന്നു ഉദ്ദേശം. സത്യത്തിൽ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായിരുന്നു. ഈ വയസ്സുകാലത്ത് ഇപ്പോഴും അഭിനയിക്കാൻ ആളുകൾ എന്നെ വിളിക്കാൻ കാരണം അന്ന് ഇത് കാണിച്ചിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ്. ഈ മരം ചുറ്റി ഓടാനും ഡാൻസ് ചെയ്യാനും സ്റ്റണ്ട് ചെയ്യാനും അല്ലാതെ ദിസ് ഫെലോ ക്യാൻ ആക്ട് എന്ന് കാണിച്ച പടങ്ങളാണ് ഞാൻ എടുത്ത പടങ്ങളല്ല, സ്വന്തമായിട്ട് എടുത്ത പടങ്ങളല്ല. സ്വന്തമായി സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു. അതെ അതെ, മിക്കവാറും എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ മറ്റേ ഈ മരം ചുറ്റി ഹീറോ ആയിട്ട് അല്ല, സ്റ്റണ്ടുകാരനായിട്ടോ ഡാൻസുകാരനായിട്ടോ അല്ല, നമ്മുടെ സിനിമ ഹീറോ ആയിട്ടല്ല, ഒരു ആക്ടറായിട്ട്. പക്ഷേ പ്രിയ വിജയിച്ചു, ഒരു സിനിമ വിജയിച്ചു. അതിൽ താങ്കൾ വിചാരിച്ചിരുന്നത് ശാരദയെ കൊണ്ടുവരാം, പക്ഷേ ശാരദ വന്നില്ലെങ്കിൽ പോലും താങ്കൾ ആ സിനിമയെ വിജയിപ്പിച്ചു. ആ നെഗറ്റീവ് ക്യാരക്ടർ ഒരുപക്ഷെ പിന്നീട് മധു സാർ എന്നുള്ള അഭിനേതാവിന് ഒരുപാട് ഊർജ്ജം പ്രദാനം ചെയ്തു. ഒരുപാട് ഊർജ്ജം പ്രദാനം ചെയ്തു. അഭിനയിക്കാൻ സ്കോപ്പുള്ള ഏതും അഭിനയിക്കാനുള്ളൊരു മാനസിക ബലം കിട്ടി മധു സാറെ. അതേസമയം തന്നെ മധു സാർ തന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെയോ താങ്കൾ ഏതോ ഒരു സദസ്സിൽ, വളരെ സ്വകാര്യ സദസ്സാണെന്ന് തോന്നുന്നു, സദസ്സിൽ പറഞ്ഞൊരു കാര്യം, അതായത് എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പഴയ സിനിമകളിലെ അവകാശമൊക്കെ മേടിച്ചിട്ട് അതിലെ ചില ആടിപ്പാടുന്ന രംഗങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞിരുന്നു. താങ്കൾ പറഞ്ഞൊരു വാചകമാണ്, ഓർക്കുന്നില്ല. അതായത് താങ്കൾ ആടിപ്പാടി നടക്കുന്ന ആ രംഗങ്ങളോട് താങ്കൾക്ക് അത്ര കംഫർട്ട് ഉണ്ടായിരുന്നില്ല. അല്ല, അതൊരു നമുക്ക് ഇപ്പോൾ സിനിമ എന്നുള്ളത് ഇന്ത്യൻ സിനിമ പ്രത്യേകിച്ച് അത് നമ്മുടെ ഈ ഒരുപക്ഷെ അമച്വർ സ്റ്റേജിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഡാൻസ് പാട്ട് അതൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല, ഇപ്പോഴും വലിയ ഇഷ്ടമല്ല. ഡാൻസ് പാട്ടൊക്കെ ഇഷ്ടമാണ്. ഈ ക്യാരക്ടർ കയറി ഡാൻസ് ചെയ്യും പാട്ടൊക്കെ ചില ഇമാജിനേഷനാണ് പിന്നെ സാരമില്ല. അതെ, ഇതങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ്. ഈ ലോകത്ത് ഏതെങ്കിലും സിനിമയിൽ അങ്ങനെയുണ്ടോ? അതെ, ഹോളിവുഡിലൊന്നും ഇല്ല, ഇന്ത്യൻ ഫിലിംസിലല്ലാതെ. ഈ യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞിരുന്നാൽ ഒരാൾ ഇമാജിനേഷനിൽ പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, എന്തൊക്കെ ചെയ്യട്ടെ. ഇതങ്ങനെയല്ല, എല്ലാ സിനിമയിലും യഥാർത്ഥത്തിൽ ചെയ്യുമ്പോഴല്ലേ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പഠിച്ചത് മുഴുവനും അതും ഒരു കാരണമാണ്. ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിച്ചതായിരുന്നാലും ആ കാലഘട്ടം, ഞാൻ ഈ അഭിനയം പഠിക്കുന്ന, നാടകവും സിനിമയും പഠിക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ മനസ്സിലുണ്ടായിരുന്നത് ദി റിയലിസ്റ്റിക് സ്കൂൾ ഓഫ് ആക്ടിങ്. അതിലങ്ങ് പഠിച്ചു പോയി. അത് കാരണമാണ്, അതാണ് ഒരു പ്രധാന കാരണം. അതാണ് എനിത്തിങ് റിയലിസ്റ്റിക് അല്ലാത്തത് എനിക്ക് ദഹിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ചില സിനിമകളിലൊക്കെ ചില ഗാനരംഗങ്ങളോട് മധു സാറ് ഭാവപരമായി തന്നെ അല്ല, അത് അഭിനയം ചെയ്തിട്ടുണ്ട്. അതെ, ട്രാക്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ബാലയുണ്ട്, അതുപോലെ തന്നെ പണ്ട് സംഗീത നാടകം എന്ന് പറഞ്ഞ നാടകം ഉണ്ടായിരുന്നു, അല്ലാത്ത നാടകം ഉണ്ടായിരുന്നു. ഐ ബിലോങ് ടു ദി റിയലിസ്റ്റിക് ക്ലാസ് ഓഫ് സ്കൂൾ ഓഫ് ഡ്രാമ അക്കാലത്ത്. അപ്പോൾ ഇത് അതുപോലെ നമ്മൾ റിയലിസ്റ്റിക് അല്ല, ഇത് റിയലിസ്റ്റിക് അല്ലാത്തൊരു രൂപമാണ് നമുക്ക് ഇന്ത്യൻ സിനിമയിലുള്ളത്. ഇതൊരു കൊമേഴ്സ്യൽ ചെരുവയാണ്. അതെ, ഇതൊരു സ്റ്റൈലാണ്. ഈ ബാലെ എന്ന് പറയുന്നത് മുഴുവനും ബാലയല്ല, അത് പകുതി നാടകവും പകുതി ബാലയും പകുതി സർക്കസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു 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 അവിയലാണ് നമുക്ക് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നാച്ചുറലി ഈ ഫീലിംഗ് നമുക്ക് വരുമല്ലോ, പാട്ടാണെങ്കിലും അല്ലെങ്കിലും സിനിമ അല്ലെങ്കിലും. ഈ പറഞ്ഞ ഗാനരംഗങ്ങളിലൊരു ഭാഗപ്പകർച്ച കൊടുക്കാൻ പറ്റിയെങ്കിലും മധു സാറിൻ്റെ നല്ലൊരു നൃത്തം ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല.
ഇല്ല, ഡാൻസ് മാസ്റ്റർ പണ്ട് ഇപ്പോഴല്ലേ, പണ്ട് ഈ ഹീറോസിനെല്ലാം കുറേശ്ശെ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന ഇത് വരുമ്പോൾ ഞാൻ വിളിച്ച് ഡാൻസ് മാസ്റ്റർ വിളിച്ചു, തനിക്ക് എനിക്ക് മൂവ്മെൻറ്റും എല്ലാം തന്നെ ഒന്ന് ഇടിച്ചു. ഇതൊന്നുമില്ല സാർ, ചുമ്മാ ഇങ്ങനെ നിന്നാൽ മതി, അല്ല അവർ ഡാൻസ് ചെയ്തോളൂ. അപ്പം ഭീഷണിപ്പെടുത്തിയിട്ട്